ഹായ് ഫ്രണ്ട്സ്, ഞായറാഴ്ച ദിവസങ്ങളിൽ കുടുംബമൊത്തിരുന്ന് ചിലവഴിക്കുന്നത് പതിവാണ്. അതിൽ പ്രധാനമാണ് ടി വി കാഴ്ച. ഈ ടി വി കാണുന്നതിൻ്റെ ഇടയിൽ തന്നെ എൻ്റെ പ്രിയപത്നി എന്നെ സ്നേഹിക്കുന്നതാണെന്ന് എനിക്ക് തോന്നും. പക്ഷേ അതങ്ങനെയല്ല. രാവിലത്തെ കലാപരിപാടികൾ, അതായത് ഫുഡിങ് പരിപാടികളിലേക്ക് കിടക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ മലയാളികളുടെ ഇഷ്ടവിഭവമായ ബിരിയാണിയാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങളും ചെയ്യുന്നത്. ബിരിയാണിക്കുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുന്നു. ചിക്കൻ ഒരു മണിക്കൂർ മുമ്പ് തന്നെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ മസാലകളൊക്കെ ചേർത്ത്. പിന്നീട് ഉരുളി തിളച്ച് വരുന്ന സമയത്ത് എണ്ണ ചൂടായി സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, പച്ചമുളക് എല്ലാം ആഡ് ചെയ്തു. ഇവരൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോൾ നമ്മൾ പതിവ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലക്കൂട്ട് എല്ലാം ചേർത്ത് ഇവരുടെ ബന്ധം ഒന്ന് ഉറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഒരു ഗ്രേവി പരുവമായി കഴിയുമ്പോഴത്തേക്കും ഒരു 5 മിനിറ്റ് വീണ്ടും ഒന്നങ്ങനെ തിളപ്പിക്കുക. അതിനൊക്കെ ശേഷം കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്തു. ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. പിന്നെ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ ആഡ് ചെയ്തു. ഇവരൊക്കെ തമ്മിൽ നല്ലൊരു ബന്ധമാകുന്നവർ ഒരു 5 മിനിറ്റ് സമയമെടുക്കും. ഇവരൊക്കെ തമ്മിലൊരു കൂട്ടൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന സവാള അതിലേക്ക് ആഡ് ചെയ്യുക. അത് നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുന്നത്. കൂടുതലും മഞ്ഞാലി ബിരിയാണി അങ്ങനെ ഉള്ള ബിരിയാണികളിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി നമുക്ക് ടേസ്റ്റ് കൂടും. പച്ച സവാള കുറയ്ക്കുകയും ഇത് കൂടുതലായിട്ട് ആഡ് ചെയ്താൽ നല്ല ഫ്ലേവറും ആയിരിക്കും. പിന്നീട് അവരൊക്കെ തമ്മിലുള്ളൊരു ബന്ധം എന്നൊക്കെ കുറച്ച് വരുമ്പോൾ മല്ലിയില കുറച്ച് ആഡ് ചെയ്യും. മല്ലിയില ഒരുപാട് ചെയ്യേണ്ട, കുറച്ച് മതി. അതിനൊരു 5 മിനിറ്റ് ശേഷം വീണ്ടും തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഈ പറഞ്ഞ പോലെ ഒരു ബിരിയാണി മസാലയുടെ ഒരു സ്വാദ് കൂടുന്നതിന് തൈര് ചേർക്കുന്നത് നല്ലതാണ്. തൈരൊക്കെ ചേർത്ത്, തൈര് ഒരുപാടാകരുത്, കുറച്ച് ചേർക്കുക. ഞാനിവിടെ ഒരു 3 കിലോ ചിക്കൻ അതിനെ കണക്കാക്കിയാണ് ഇപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നത്. അതൊക്കെ ചേർത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ വെച്ചിരുന്ന വെള്ളം, അരിക്ക് വെച്ചിരുന്ന വെള്ളം വെട്ടി തിളയ്ക്കാണ് ഉണ്ടായത്. ഇതിൽ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല. നമ്മൾ നെയ്യ്, ഓയിൽ, കറുവപ്പട്ട, പെരുംജീരകം, മസാലയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. ബെല്ലി ലീഫ് നമ്മുടെ നാടൻ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലതാണ്. ദമ്മ് ചെയ്യുന്ന പരിപാടിയുണ്ട്. ദമ്മ് ചെയ്യുന്നത് ആണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. കുട്ടികൾക്കും വൈഫിനൊക്കെ ഇഷ്ടം അങ്ങനെയാണ്. നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന സവാളയൊക്കെ ആഡ് ചെയ്തു. പിന്നെ ഓയിൽ നമ്മൾ ചിക്കൻ നേരത്തെ വറുത്ത ഓയിൽ ആഡ് ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അത് കുറച്ച് ഒരു സ്പൂൺ കണക്കിന് ഓരോ ലെയറിലും ഇടുന്നത് നല്ലതായിരിക്കും. മല്ലിയില ഒക്കെ ഇടുന്നത് കുറച്ചെല്ലാം ആഡ് ചെയ്യുക. ദം വയ്ക്കുന്ന രീതി ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ സെർവ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നതിനാണല്ലോ നമ്മുടെ ഭംഗി. അപ്പോൾ ആ ഭംഗി കൂട്ടുന്നതിന് നമ്മൾ ഡെക്കറേഷനൊക്കെ നല്ല രീതിയിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് കുറച്ചുകൂടി തോന്നും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ തോന്നും. നമ്മളപ്പോൾ നല്ല രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ സലാഡും പിക്കിളുമൊക്കെ നേരത്തെ റെഡിയാക്കിയതുണ്ടായിരുന്നു. അതൊക്കെ ഇതിൻ്റെ കൂടെ ഒരു ഭംഗി കൂട്ടുന്നതിനുള്ള ഘടകങ്ങളാണ് നമ്മുടെ ബിരിയാണിയുടെ. ഇതൊക്കെ ഒരുമിച്ച് വരുമ്പോഴാണല്ലോ ആ സ്വാദ് ഉണ്ടാവുന്നത്. എല്ലാവരും നന്നായിട്ട് ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചു. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു.